ദൃഷ്ടദ്യുമ്നനെയും ഉപപാണ്ഡവരെയും വധിക്കാൻ വേണ്ടി ശിവഭഗവാൻ അശ്വത്ഥാമാവിന് ഒരു ദിവ്യകഠാര നൽകിയെന്ന് നിങ്ങൾ വിശ്വസിക്കുമോ? വ്യാസമഹാഭാരതമനുസരിച്ച് ദ്രോണരുടെ മരണവാർത്ത കേട്ടപ്പോൾ അശ്വത്ഥാമാവ് കോപത്താൽ ജ്വലിച്ചു. അദ്ദേഹവും കൃപരും കൃതവർമാവും ചേർന്ന് പാണ്ഡവരുടെ പാളയത്തിലേക്ക് ഇരച്ചു കയറിയപ്പോൾ ശിബിരത്തിന്റെ വാതിൽക്കൽ എന്തോ ഒന്ന് അവരെ തടഞ്ഞു. അത് ഒരു വലിയ പ്രേതരൂപമായിരുന്നു. ഭയങ്കരമായ നീണ്ടുനിവർന്ന ശരീരം, ചോരയിട്ടു വീഴുന്ന പുലിത്തോൽ, പാമ്പുകൊണ്ടു പൂണൂൽ, ആയുധങ്ങളേന്തിയ അനവധി കൈകൾ, വായയിൽ നിന്ന് വരുന്ന അഗ്നിജ്വാല, നീണ്ട ദംഷ്ട്രകൾ, 1000 കണ്ണുകൾ. അത് അവരുടെ പാത തടഞ്ഞു. അശ്വത്ഥാമാവ് നിരവധി ദിവ്യാസ്ത്രങ്ങൾ ആ പ്രേതത്തിനു നേരെ അയച്ചുവെങ്കിലും ആ രൂപം അതെല്ലാം ആഗിരണം ചെയ്തു. നിസ്സഹായനായ ഒടുവിൽ അശ്വത്ഥാമാവ് ശിവഭഗവാനെ പ്രാർത്ഥിച്ചു. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. പാഞ്ചാലരെ താൻ വധിക്കാതിരുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അപേക്ഷയാലും നിന്നെ പരീക്ഷിക്കാനും വേണ്ടിയാണ് എന്ന് അദ്ദേഹം അരുളിച്ചെയ്യുകയും ഒരു ദിവ്യമായ കഠാര നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. ശിവഭഗവാൻ അശ്വത്ഥാമാവിൽ ആത്മമൂർത്തിയായി പ്രവേശിച്ചു. കഠാര ഉപയോഗിച്ച് അശ്വത്ഥാമാവ് ദൃഷ്ടദ്യുമ്നനെയും ദ്രൗപദിയുടെ പുത്രന്മാരെയും വധിച്ചു. യഥാർത്ഥത്തിൽ അശ്വത്ഥാമാവ് നേരിട്ട ആ പ്രേതം ആരായിരുന്നു? അത് യുദ്ധക്കളത്തിന്റെ കാവൽക്കാരനായ ആത്മാവായിരുന്നു. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തൂ.